ലഭിക്കും. ഇപ്പം യേശുവിൻ്റെ കാലത്ത് യേശു സംതിങ് അപ്ഡേറ്റ് ബിബ്ലിക്കൽ കമ്മ്യൂണിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് അപ്ഡേറ്റ് ചെയ്താണ് കർത്താവ് സ്ഥാപിച്ചൊരു വാതിലാണിത്. എന്താണ് ആ വാതിലിൽ നമുക്ക് ആ സ്ഥാപിച്ച വാതിൽ തുറക്കുമ്പോൾ ആ വാതിലിലൂടെ കയറുന്നവന് ഇഷ്ടമുള്ളത് ചോദിക്കാം. അത് കർത്താവ് സ്ഥാപിച്ച വാതിലാണ്. പഴയ നിയമത്തിലില്ലത്, പുതിയ നിയമത്തിലേ ഉള്ളത്. ഇഷ്ടമുള്ളത് ചോദിക്കാം. അതിനകത്ത് അഹങ്കാരമൊന്നുമില്ല. നിനക്കങ്ങനെ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. അപ്പം ചോദിക്കുന്നതിന് ദൈവവുമായിട്ടൊരു ബന്ധമായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയ്ക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് ഇല്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതെപ്പോഴും നമ്മൾ പറയാം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചേർന്നു എന്ന് നോക്കണം. ആത്മവിശ്വാസത്തിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകളെന്ന് പറയുന്നത് കണ്ണും പൂട്ടി ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ്? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കേട്ടോ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ, പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന എളിമപ്പെടൽ, പിന്നെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാകണത്. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് പ്രാർത്ഥനയെ വരണില്ല. ഇപ്പം എന്തും ദൈവത്തോട് ഇപ്പോൾ ആൾക്കാർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാര്യം എന്താണ്? അവർ പറയണത് ഇപ്പം അയാൾ കോൺഫിഡൻസ് ഇല്ല, ഒരുത്തം പ്രാർത്ഥിക്കണില്ലേ? ദൂരെ നിന്നുകൊണ്ട് അയാൾ പറയും, കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയും. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ പാപിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മമ്മട്ടിക്ക് തലക്കെട്ട് അടിച്ചെന്ന് വരും. ഞാൻ അപ്പോൾ ദൈവം ചോദിക്കും, നീ 10-60 കൊല്ലമായി എൻ്റെ കൂടെ ഇപ്പോഴും പാപിയായിട്ടിരിക്കണം എന്ന് ചോദിക്കും. അതെ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വെക്കരിയണേ. ഇത് ആദ്യകാലങ്ങളൊക്കെ പറയണതിന് കുഴപ്പമൊന്നുമില്ല. ഇത് 50 വയസ്സ് കഴിഞ്ഞാലും ഞാൻ പാപിയാണെന്ന് പറയണമെങ്കിൽ മിക്കവാറും കാലെപ്പോഴും നിലത്തിലടിക്കേണ്ടി വരും ഈ സാധനത്തിന്. എന്നിട്ട് ഈ 50 കൊല്ലം നീ കർത്താവിൻ്റെ ഉടനെ ഇപ്പോഴും പാപം മാറിയിട്ടില്ലെന്ന് ചോദിക്കും. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന കണ്ട് വി ഹാവ് നോ കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അയ്യോ പാവി ക്രിസ്ത്യാനിയായിട്ട് നടക്കും. ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുകയല്ലേ, ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഉണ്ട്. അയ്യോ പാവി വിശ്വാസിയായിട്ട് നടക്കും. ഇപ്പം നീ ഒരു അയ്യോ പാവി വിശ്വാസി എന്നുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ അയ്യോ പാപി വിശ്വാസി സ്വന്തമായിട്ട് ദൈവം എന്നെ സഹായിക്കുകയോ ഇല്ലയോ എനിക്കറിയത്തില്ല, എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ലൊക്കെ പറഞ്ഞിങ്ങനെ വ്യാജ വിനയം കുറേ ആൾക്കാർക്കുണ്ട്. വ്യാജ വിനയം, അത് വിനയമല്ല, വ്യാജ വിനയമാണ്. എന്നുവെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കിട്ടിയ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിച്ചില്ല. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പാപത്തോടൊരു ശത്രുത കാണിച്ച് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി നീ പരിശ്രമിച്ചില്ല. അങ്ങനെയാണ് ഉള്ളവരാണ് വ്യാജ വിനയക്കാർ. എന്താ കാര്യം? ഈ പാപത്തിൻ്റെ ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ, പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയിട്ടില്ലല്ലോ.